വിശ്വാസത്തിന് നേരെയുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ സംഘടിപ്പിക്കുന്ന വിശ്വാസ ജനസഭ അല്പസമയത്തിനകം ആരംഭിക്കും. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപമാണ് വേദി. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവടെ തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ചെങ്ങന്നൂരിലാണ് വിശ്വാസ സംരക്ഷണ സഭ ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ചെങ്ങന്നൂർ എന്ന് പറയുന്നത് തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം ശബരിമല തീർത്ഥാടകരുടെ ഒരു ഗേറ്റ് വേ കൂടിയാണ് ചെങ്ങന്നൂർ. അപ്പോൾ ചെങ്ങന്നൂരിൽ പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഈ വിശ്വാസ സംരക്ഷണ സഭ അല്പസമയം ആരംഭിക്കാൻ പോകുന്നു. കേന്ദ്രമന്ത്രിമാർ, BJPയുടെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രവർത്തകരും ജനങ്ങളുമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. സമയത്തിനുള്ളിൽ തന്നെ ഈ ഭക്തജനസഭ ചെങ്ങന്നൂരിൽ തുടങ്ങുകയാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപത്ത് നിന്നാണ് ഇതിന് വേദി ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭജൻസ് ആണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും ശബരിമല ഭക്തർ അത്തരം വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനക്കൂട്ടം തന്നെയാണ്. കടുത്ത വെയിലിനെ പുനർവൽക്കരിച്ചുകൊണ്ട് ഇവിടെയൊക്കെ എത്തിത്തുടങ്ങുന്നത്. ഏതാണ്ട് 5:30യോടുകൂടിയേ സമ്മേളനം പൂർണ്ണമായും അതിന്റെ ഉദ്ഘാടന സഭ അടക്കം നടക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുതന്നെയായാലും വലിയ തിരക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ശബരിമല ഭക്തരുടെ മനസ്സിനെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, അതിലെല്ലാമുള്ള കടുത്ത എതിർപ്പ് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തത്തിന്റെ പ്രധാന കാരണം. CPM-ഉം പിണറായി സർക്കാരും കൈക്കൊള്ളുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായ സമീപനങ്ങൾ, അത്തരം നടപടികൾക്കുള്ള ഒരു കടുത്ത എതിർപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളവരോട് തന്നെ ചേട്ടാ, എത്രത്തോളം ഒരു മാനസികമായിട്ട് ഒരു കടുത്ത അമർഷണത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വളരെയധികം മാനസിക വിഷമത്തിലാണ്. കാരണം കുറേയേറെ നാളുകളായിട്ട് ഈ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും അതിനൊപ്പം നിന്നുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ, സനാതന ധർമ്മ സംസ്കാരത്തെ ശ്രമിക്കുമ്പോൾ മനം നൊന്ത അയ്യപ്പ വിശ്വാസികൾ, സനാതന ധർമ്മ വിശ്വാസികൾ അവിടെ കൂടിയിരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ വ്യക്തമായൊരു പ്രതിഫലനം ഉണ്ടായിരിക്കും. ജനം വളരെ രോഷാകുലരാണ്. കാരണം തുടരെ ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യഗ്രത, ഇത് ജനങ്ങളിൽ വളരെയധികം ദോഷമുണ്ടായി. അതിൻ്റെ ഒരു പ്രകടനമാണ് ഇവിടെ കാണുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണിക്കൂറായിട്ട് ആൾക്കാർ വന്ന് കാത്തുകെട്ടിയിരിക്കുകയാണ്. ഇനിയും ആയിരക്കണക്കിന് പ്രവർത്തകർ വരാൻ വേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ രോഷമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലനം വരും കാലങ്ങളിൽ ഈ ജനസമൂഹം കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇവിടെ ഈ കാണുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാവുന്ന ഇതിലെ സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം. വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്നും. അവരുടെ ഒരു ചിന്ത എന്താണെന്ന് കൂടി ചോദിക്കാം. ചേച്ചി, ഇന്നത്തെ ഈ പ്രതിഷേധത്തിൽ എത്രത്തോളം വൈകാരികമായിട്ടാണ് പങ്കെടുക്കുന്നത്? ഇവിടെ 2018-19 മുതൽ ഇവിടുത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരും അവർക്ക് കുടപിടിക്കുന്ന UDF സർക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ മലയാളിയുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ സ്വത്തായ അയ്യപ്പസ്വാമിയുടെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് ഈ കേരളത്തെ കട്ടുമുടിച്ച ഈ സർക്കാരിനെതിരെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിശ്വാസ ജനസഭ ഇവിടെ നടത്തുന്നത്. ഇവിടുത്തെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എതിർത്തത് അമ്മമാരാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന അമ്മമാരാണ്. ഇതിനെതിരെ ഈ വരുന്ന ജനവികാരം, 10,000-കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടുന്നത്. ഈ ഇലക്ഷനോടുകൂടി ഇതിനൊരു മറുപടി ഈ സർക്കാരിന് കൊടുക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിനെതിരെ ജനങ്ങൾ ധാരാളം ഇവിടെ പങ്കെടുക്കുകയാണ്. ഈ സർക്കാർ ഇതോടെ ഇവിടുത്തെ ഭരണം അവസാനിച്ചുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ സ്വത്ത് ഞങ്ങൾക്ക് സംരക്ഷിക്കണം. അയ്യപ്പസ്വാമിയെ ഞങ്ങളുടേതായ വിശ്വാസികൾക്ക് മാത്രമായിട്ട് ഞങ്ങൾക്ക് വേണം. തന്നെയാണ്
പൂർണ്ണമായും പറഞ്ഞ വിശ്വാസികൾക്ക് ദൈവങ്ങളെ വിട്ടു നൽകണം, ഈ കൊള്ളയടിക്ക് ഒരു സമാധാനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത്തരത്തിൽ അയ്യപ്പനെയും ഹൈന്ദവ വിശ്വാസത്തെയും അരിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിന് അവസാനമാകും എന്നതാണ് ഇവർ പറയുന്നത്. എന്ത് തന്നെയായാലും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് ചെങ്ങന്നൂരിലെ, അതായത് ശബരിമലയുടെ ഏറ്റവും പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂരിൽ ഇന്നത്തെ ഈ ഭക്തജനസഭ നടക്കുന്നത്. അതിന്റെ 5:30യോടുകൂടിയായിരിക്കും സമ്മേളനം ആരംഭിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും കടുത്ത വെയിലാണ്. ആ വെയിലിനെ ഒന്നും ഗവനിക്കാതെയാണ് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പല പുരുഷന്മാരെല്ലാം തന്നെ കറുപ്പുടുത്താണ് ഇവിടെ എത്തിയതെന്നതും പ്രത്യേകതയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഓരോ ഭക്തരായ വിശ്വാസികളായ ആൾക്കാരും ഇവിടെ എത്തിച്ചേരുന്നത്. വിനോദ്, അതെ, ചെങ്ങന്നൂരിലാണ് വിശ്വാസ സംരക്ഷണ സഭ അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. BJPയുടെ ദേശീയ സംസ്ഥാന നേതാക്കളും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള, വിനോദ് താവടെ അടക്കമുള്ള BJP നേതാക്കളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമ്മേളനത്തിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.